Good morning dear. Social Science ഫസ്റ്റിലെ മെഡിവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഒട്ടോമൻ എംപയറിനെ കുറിച്ചും മംഗോൾ എംപയറിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ടർക്കിഷ് ലീഡറായിട്ടുള്ള മുഹമ്മദ് സെക്കൻഡ് 1453 CE കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഒട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിട്ട് മാറി. ഒട്ടോമൻ എംപയർ റീച്ച്ഡ് ഇറ്റ്സ് എൻഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് സുലൈമാൻ എന്നുള്ളത് ഒട്ടോമൻ എംപയറിൻ്റെ സുലൈമാൻ്റെ കാലഘട്ടത്തിലാണ് ഒട്ടോമൻ എംപയർ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയത്, ഏറ്റവും പ്രൗഢിയിലെത്തിയത് സുലൈമാൻ്റെ കാലത്താണെന്ന് പറഞ്ഞായിരുന്നു. ഹി വാസ് നോൺ ആസ് അൽ ഖാനൂനി. അദ്ദേഹം അറിയപ്പെടുന്നത് ദ ലോ ഗിവർ എന്നുള്ള പേരിലാണ്, നിയമദാതാവ് എന്നുള്ള പേരിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്തായിരുന്നു? ഹി കോഡിഫൈ ദി ഒട്ടോമൻ ലോസ്. അദ്ദേഹം ഒട്ടോമൻ റൂൾസിനെ കോഡിഫൈ ചെയ്തു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. Europeans realized the military strength of Asia through Ottoman rulers. Ottoman Empire disintegrated after First World War. ഫസ്റ്റ് വേൾഡ് വാറോടുകൂടി വേൾഡ് വാറിന് ശേഷം ഒട്ടോമൻ എംപയർ തകരാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ പഠിച്ചത് മംഗോൾ എംപയറിനെ കുറിച്ചിട്ടാണ്. മംഗോളിയ ഈസ് ദി റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന. റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് മംഗോളിയ എന്നുള്ളത്. മംഗോളിയൻസ് വെർ നോമേഡ്സ്. നാടോടികളായിട്ടുള്ള ആളുകളായിരുന്നു മംഗോളിയൻസ്. അവർ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് വ്യത്യസ്ത ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ജെങ്കിസ് ഖാൻ യൂണിഫൈഡ് ആൻഡ് ഫൗണ്ടഡ് മംഗോൾ എംപയർ. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കാരക്കോറം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതുപോലെ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി മംഗോൾ ആർമി വാസ് ഇറ്റ് സ്ട്രോങ് കവൽറി. സ്ട്രോങ് കവൽറി എന്ന് പറയുന്നതാണ് ശക്തമായിട്ടുള്ളൊരു കുതിരപ്പട അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ കാനോൺസ് വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. കുതിരയുടെ മുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ അദ്ദേഹത്തിൻ്റെ ആർമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മെയിൻറ്റെയിൻഡ് വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. അദ്ദേഹം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ സുശക്തമായിട്ടുള്ള ഒരു എസ്പിയോണേജ് ചാരസംഘത്തെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഡിസ്റ്റൻറ്റ് പ്ലേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ആ പോസ്റ്റൽ സിസ്റ്റം അറിയപ്പെട്ടിരുന്നത് കൊറിയർ എന്നുള്ള പേരിലായിരുന്നു. കൊറിയർ സിസ്റ്റം ഓഫ് ജെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒട്ടോമൻ എംപയറിനെ കുറിച്ചും മംഗോൾ എംപയറിനെ കുറിച്ചും ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് മാലി എംപയറിനെ കുറിച്ചും ചൈന ആൻഡ് ജപ്പാൻ എംപയേഴ്സിനെ കുറിച്ചും പഠിക്കാം. ദി മാലി എംപയർ. The Mali Empire was one of the famous empires of medieval Africa. The center of administration was Mali in West Africa. മെഡിവൽ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന ഫേമസ് എംപയേഴ്സിൽ ഒന്നാണ് മാലി എംപയർ. വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി ആയിരുന്നു അതിൻ്റെ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഭരണകേന്ദ്രം. തന്നിരിക്കുന്ന മാപ്പ് ഒബ്സർവ് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നോക്കാം. മാലിയുടെ വെസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷനാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലായിട്ട് സഹാറ ഡെസേർട്ട്, സൗത്ത് ഓഫ് മാലി ഈസ്റ്റ് ഫോറസ്റ്റ് റീജിയൻ. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ലൊക്കേറ്റ് ദി ഏരിയാസ് ദാറ്റ് കെയിം അണ്ടർ ദി മാലി എംപയർ. ആഫ്രിക്കയിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മാലി എംപയർ വ്യാപിച്ചിരുന്നത്? ദ ഏരിയാസ് ദാറ്റ് കെയിം അണ്ടർ മാലി എംപയർ: സെനഗൽ, മാലി, മൗറിറ്റാനിയ, നൈഗർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് മാലി എംപയർ സ്പ്രെഡ് ചെയ്തിരുന്നത്. കങ്കൻ മൂസ. Kangan Musa was a famous ruler of medieval Africa who was known in European records as Mansa Musa. Mali had huge treasure of gold and hence it was a very wealthy region at that time. Kangan Musa മെഡിവൽ ആഫ്രിക്കയിലെ ഫേമസ് റൂളറായിരുന്നു. അദ്ദേഹം മൻസ മൂസ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്.
വലിയ സ്വർണ്ണശേഖരമുണ്ടായിരുന്ന മാലി അക്കാലത്തെ സമ്പന്നമായിട്ടുള്ള പ്രദേശമായിരുന്നു. തിംബുക്തു ഇൻ ദി എംപയർ ഓഫ് മാലി വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ഓഫ് മിഡിവൽ ആഫ്രിക്ക. മർച്ചൻസ് ഫ്രം വെനീസ്, ഗ്രാനഡ, ജനോവ reached Timbuktu for marketing their merchandise such as gold and ivory. It was also a center of slave trade. മിഡിവൽ ആഫ്രിക്കയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു തിംബുക്തു. വെനീസ്, ഗ്രാനഡ, ജനോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മർച്ചൻസ് സ്വർണം, ആനക്കൊമ്പ് ഇതിൻ്റെയൊക്കെ വ്യാപാരത്തിന് വേണ്ടി തിംബുക്തുവിൽ എത്തിയിരുന്നു. സ്ലേവ് ട്രേഡ് തിംബുക്തുവിൽ നിലവിലുണ്ടായിരുന്നു. അടിമ കച്ചവടത്തിൻ്റെയും പ്രധാന കേന്ദ്രമായിരുന്നു തിംബുക്തു എന്നുള്ളത്. The University of Timbuktu was one of the leading center of knowledge of that period. The university attracted students from all parts of the world. The Great Mosque constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തിംബുക്തു എന്നുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിരുന്നു. കങ്കൻ മൂസ പണി കഴിപ്പിച്ച തിംബുക്തുവിലുള്ള ഗ്രേറ്റ് മോസ്ക് മിഡിവൽ പീരീഡിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക് സ്റ്റഡി സെൻ്റർ ആയിരുന്നു. ചൈന ആൻഡ് ജപ്പാൻ, ധാരാളം കേട്ടിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ചൈനയും ജപ്പാനും. മാപ്പിൽ ചൈനയുടെയും ജപ്പാൻ്റെയും പൊസിഷൻ കണ്ടെത്തുക. ഇന്ത്യ, മംഗോളിയ, റഷ്യ തുടങ്ങിയവയാണ് ചൈനയുടെ നെയ്ബറിംഗ് കൺട്രീസ്. ചൈനയുടെ സദേൺ പാർട്ടിലായിട്ടാണ് ഇന്ത്യയുടെ പൊസിഷൻ. മംഗോളിയ ആൻഡ് റഷ്യ ഈസ് ഇൻ ദി നോർത്ത് ഓഫ് ചൈന. China and Japan were the countries in Asia where efficient administrative system existed during the medieval period. In the initial stage of medieval period, China was ruled by the Tang dynasty. The sovereignty of the country was vested in the emperor. State officials were selected after conducting competitive examinations based on the criteria of education and excellence. The Tang rulers were tolerant towards all the religions and were great promoters of trade and commerce. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasties. മിഡിവൽ പീരീഡിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്, ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ചൈന ഭരിച്ചിരുന്നത് ടാങ് ഡൈനാസ്റ്റി ആയിരുന്നു. സോവർണിറ്റി ഓഫ് ദി കൺട്രി, രാജ്യത്തിൻ്റെ പരമാധികാരം എംപററിൽ ആയിരുന്നു. സോവർണിറ്റി എംപറർക്കായിരുന്നു. സ്റ്റേറ്റ് ഒഫീഷ്യൽസിനെ സെലക്ട് ചെയ്തിരുന്നത് എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലൂടെ ആയിരുന്നു. ടാങ് റൂളേഴ്സ് വർ ടോളറൻറ്റ് ടുവേർഡ്സ് ഓൾ റിലീജിയൻസ്, എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുന്നവരായിരുന്നു, മതസഹിഷ്ണുത പുലർത്തുന്നവരായിരുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു ടാങ് റൂളേഴ്സ്. അവർ ട്രേഡും കൊമേഴ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ടാങ് റൂളേഴ്സിന് ശേഷം ചൈന ഭരിച്ചത് സോങ്, മിങ് ആൻഡ് മഞ്ചു ഡൈനാസ്റ്റീസ് ആയിരുന്നു. After the Tang dynasty, China was ruled by the Song, Ming and Manchu dynasties. വേൾഡ് മാപ്പിൽ ജപ്പാൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഏഷ്യയുടെ ഭാഗമാണെങ്കിലും ഒരു ഐലൻഡ് കൺട്രിയാണ് ജപ്പാൻ. പസഫിക് ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. In the medieval Japan also, the emperor was the supreme head in political affairs, but the administration was overhauled by the feudal lords known as shoguns. Land was under their control. It was under the shoguns that Tokyo emerged as the center of power. മിഡിവൽ ജപ്പാനിലും രാഷ്ട്രത്തിലെ ഏറ്റവും ഉയർന്ന സുപ്രീം ഹെഡായിട്ടുണ്ടായിരുന്നത് എംപറർ ആയിരുന്നു. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ നിർവഹിച്ചിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെടുന്ന ഫ്യൂഡൽ ലോർഡ്സ് ആയിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു അധികാരം കൈയാളിയിരുന്നത്. ഷോഗണുകൾക്ക് തന്നെയായിരുന്നു ഭൂമിയുടെ നിയന്ത്രണവും.
ടോക്കിയോ കേന്ദ്രമായി വികസിപ്പിച്ചത് ഷോഗണുകളുടെ കാലത്തായിരുന്നു.